സൗഭാഗ്യങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും കാരകനായ ബൃഹസ്പതി, അതായത് വ്യാഴം, അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറുകയാണ്. 2025 ഒക്ടോബർ 18 ഈ മാറ്റം കേവലം ഒരു ഗ്രഹസംക്രമണം മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു കാലഘട്ടമാണ്. ചന്ദ്രന്റെ സ്വന്തം രാശിയായ കർക്കടകത്തിൽ വ്യാഴം ഉച്ചനാകുമ്പോൾ അത് അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലായിരിക്കും. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം കേവലം ശുഭകരമായ ഫലങ്ങൾ മാത്രമല്ല നൽകുന്നത്. ഇത് ഭാഗ്യവും വെല്ലുവിളികളും ഒരുപോലെ കൊണ്ടുവരുന്ന ഒരു സമ്മിശ്ര കാലഘട്ടമാണ്. തൊഴിൽ രംഗത്ത് ഉന്നതിയും പുതിയ അവസരങ്ങളും കാത്തിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സമ്മർദ്ദങ്ങളും മത്സരങ്ങളും നിങ്ങളെ തേടിയെത്താം. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാം, എന്നാൽ അപ്രതീക്ഷിത ചിലവുകൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുമ്പോൾ തന്നെ ചെറിയ അഭിപ്രായ ഭിന്നതകളും തലപൊക്കാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരുന്ന ഒരു സമയമാണിത്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ 2025 ഒക്ടോബർ 18 ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സമ്മിശ്ര ഫലങ്ങളെ സമഗ്രമായി അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ജ്യോതിഷത്തിൽ വിജ്ഞാനം, ധനം, ഭാഗ്യം, ആത്മീയത, സദാചാരം എന്നിവയുടെ കാരകനായ ബൃഹസ്പതി എന്ന വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് 2025 ഒക്ടോബർ 18 മാറുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്മിശ്ര സ്വഭാവമുള്ള ഫലങ്ങൾക്ക് വഴിതെളിക്കും. ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകത്തിൽ വ്യാഴം ഉച്ചനാകുമ്പോൾ അത് അത്യധികം ശക്തി പ്രാപിക്കുന്നു. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഈ വ്യാഴമാറ്റം ചില മേഖലകളിൽ വലിയ പുരോഗതിയും മറ്റ് ചില മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളും ഒരുക്കും. പൂരുരുട്ടാതി നക്ഷത്രം മീനം രാശിയുടെയും കുംഭം രാശിയുടെയും ഭാഗമായി വരുന്നു. വ്യാഴം കർക്കടകം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മീനം രാശിക്കാർക്ക് അത് 5ാം ഭാവത്തിലും കുംഭം രാശിക്കാർക്ക് അത് 6ാം ഭാവത്തിലും വരും. ഈ വ്യത്യസ്ത ഭാവങ്ങളിലെ വ്യാഴത്തിന്റെ സ്ഥിതിയാണ് സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ കാരണം. വ്യാഴത്തിന്റെ പൊതുവായ ശുഭത്വം നിലനിർത്തുമ്പോൾ തന്നെ ഭാവങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകാം. 2025 ഒക്ടോബർ 18 മുതലുള്ള ഈ കാലഘട്ടം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പുതിയ തൊഴിലവസരങ്ങൾ മുന്നിലെത്തും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. നിലവിലെ തൊഴിലിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിക്കാർക്ക് ഇത് കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകും. കുംഭം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിക്കാർക്ക് ജോലി സ്ഥലത്ത് ചിലപ്പോൾ മത്സരങ്ങളും സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴത്തിന്റെ ശുഭത്വം കാരണം ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിതമായി പണം മുടക്കി പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം. പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും, എങ്കിലും ചില സമയങ്ങളിൽ ജോലിഭാരം കൂടുമ്പോൾ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ഇത് കാര്യക്ഷമതയെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കോ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങളിലും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭങ്ങൾ ലഭിച്ചു തുടങ്ങും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുംഭം രാശിയിൽ വരുന്നവർക്ക് ആരോഗ്യപരമായ ചെലവുകൾ അല്ലെങ്കിൽ കടം വീടുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഉണ്ടാകാം. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി ശ്രദ്ധയോടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പുതിയ കടങ്ങൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ പ്രയത്നിക്കുക. സാമ്പത്തികമായ കാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം ആവശ്യമാണ്. നിക്ഷേപങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിക്കരുത്. ദീർഘകാല നിക്ഷേപങ്ങൾക്കായി ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. കുടുംബ വ്യക്തിബന്ധങ്ങളിൽ വ്യാഴമാറ്റം സമ്മിശ്രമായ ഫലങ്ങൾ നൽകാം. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിക്കാർക്ക് ഇത് കൂടുതൽ അനുകൂലമായിരിക്കും. കുംഭം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിക്കാർക്ക് കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായോ സഹോദരങ്ങളുമായോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കാനും സാധിക്കും. സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും. കുംഭം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിക്കാരെ ചെറിയ അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ദഹന പ്രശ്നങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്.
ചില സമയങ്ങളിൽ തൊഴിൽപരമായും കുടുംബപരമായും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ മാനസികാരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. വ്യാഴത്തിന്റെ സ്വാധീനം ചിലപ്പോൾ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണരീതിയും പാലിക്കുന്നത് ഇത് ഒഴിവാക്കാൻ സഹായിക്കും. ദീർഘകാലമായി അസുഖങ്ങളുള്ളവർക്ക് ഈ കാലയളവിൽ അല്പം ശ്രദ്ധ കൂടുതൽ നൽകേണ്ടി വരും. കൃത്യമായി വൈദ്യസഹായം തേടുകയും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ കഴിയും. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിക്കാർക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. കുംഭം രാശിയിൽ വരുന്നവർക്ക് പഠനത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലസത ഒഴിവാക്കി കൂടുതൽ ശ്രദ്ധയോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ധ്യാനം, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. എങ്കിലും ചില യാത്രകൾ പ്രതീക്ഷിച്ചത്ര ഗുണകരമാകില്ല. യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. സാധനങ്ങളോ പണമോ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. അതിനാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നെഗറ്റീവ് ഫലങ്ങളെ കുറയ്ക്കാനും പോസിറ്റീവ് ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും. എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുക. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തമായ ആസൂത്രണം നടത്തുക. ചെലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണ രീതിയും പാലിക്കുക. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും നല്ല ബന്ധം നിലനിർത്തുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ സംസാരിച്ച് പരിഹരിക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമാധാനം നൽകും. വ്യാഴാഴ്ചകളിൽ ഗുരുവിനെ ഭജിക്കുന്നത് ഗുണകരമാണ്. ജോലിസ്ഥലത്തും കുടുംബത്തിലും അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യാം. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് വ്യാഴദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. വ്യാഴത്തിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക. ഗുരുവായൂർ, തിരുപ്പതി പോലുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ വിശേഷമാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിനായി പ്രത്യേകം പൂജകൾ നടത്താം. വ്യാഴത്തിന്റെ ഇഷ്ടനിറം മഞ്ഞയാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. മഞ്ഞ പുഷ്യരാഗങ്ങൾ വ്യാഴപ്രീതിക്കായി സമർപ്പിക്കാം. വ്യാഴം ഗുരുവിന്റെ കാരകനാണ്. നിങ്ങളുടെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുക. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. വ്യാഴാഴ്ചകളിൽ സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നത് ഉത്തമമാണ്. മഞ്ഞളോ പയറോ സ്വർണമോ തേനോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് നല്ലതാണ്. അറിവ് ദാനം ചെയ്യുന്നതും വ്യാഴത്തെ പ്രീതിപ്പെടുത്തും. ഓം ബൃഹസ്പതേ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ഗായത്രി മന്ത്രം ജപിക്കുന്നതും പൊതുവായ ശുഭത്വം വർദ്ധിപ്പിക്കും. 2025 ഒക്ടോബർ 18 വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. ചില മേഖലകളിൽ പുരോഗതിയും വിജയവും ഉണ്ടാകുമ്പോൾ മറ്റ് ചില മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമായി വരും. വ്യാഴത്തിന്റെ പൊതുവായ ശുഭത്വം പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും. ഈ സമയത്തെ വിവേകത്തോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനും വിജയകരമായി മുന്നോട്ടു പോകാനും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കും.